ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വചനഭാഗം എന്നത് 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇന്നത്തെ സുവിശേഷത്തിന് ആഹ്വാനം നൽകുന്ന ഈശോ തന്നെയാണ് ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. കാരണം ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടാണ്. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് കടന്നു വന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക ഈശോ തന്നെയാണെന്ന് പറയുന്നത്. ഇനി ഈശോ പ്രസംഗിച്ചത് മുഴുവൻ സുവിശേഷമായിരുന്നു, നല്ല വാർത്തകളായിരുന്നു. പ്രസംഗിച്ച മുഴുവൻ സദ്വാർത്തകളായിരുന്നു, വലിയ സന്തോഷം തരുന്ന വാർത്തകൾ. എന്താണ് ഇത്രയും ഈശോയ്ക്ക് സന്തോഷം നൽകിയ ഒരു വാർത്ത? ഇതറിയണമെങ്കിൽ നാം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തല സംഭവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ആകാശം തുറക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയിലേക്ക് ഇറങ്ങി വരുന്നതും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഉണ്ടാകുന്നതും. ഈശോയുടെ മാമോദീസ വേളയിൽ ഈശോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്: ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വാർത്തയാണ് ഈശോയ്ക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയ വാർത്ത. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തന്നിലൂടെ പ്രഘോഷിക്കാനിരുന്ന ആ വലിയ സദ്വാർത്ത ഈശോ അത് പ്രഘോഷിച്ചുകൊണ്ട് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. തൻ്റെ ശരീരവും മനസ്സിനും അപ്പുറം ദൈവത്തിൻ്റെ ഭാഗമാണ് താൻ എന്ന വലിയ സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാനമായ കാതൽ. തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പുറകിലുള്ള ഒരു ജീവൻ എന്നത് ആ ദൈവിക ജീവൻ തന്നെയാണെന്നതാണ് ഏറ്റവും വലിയ സത്യം. ഞാനും ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്, എന്നിലുള്ളതും ദൈവത്തിൻ്റെ അംശമാണ്. ഇതാണ് നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രിയാണ് എന്ന് പറയുന്നതിലൂടെ ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. താൻ ദൈവത്തിൻ്റെ പുത്രനാണ്, താൻ ദൈവത്തിൻ്റെ പുത്രിയാണെന്ന് സുവിശേഷം പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവത്തിൻ്റെ അംശമാണ് നമ്മളിലും കുടികൊള്ളുന്നത് എന്ന വലിയ സത്യമാണ്. ഇനി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മറ്റൊരു ഭാഗം എന്നത് ഈ വലിയ സത്യം നാം പ്രഘോഷിക്കണമെങ്കിൽ ഇത് നാം അനുഭവിച്ചറിയണം എന്നുള്ളതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറയുമ്പോൾ നാം ആ വലിയ സത്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ലഭിച്ചൊരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു സത്യം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരു ഇടവക സന്ദർശിക്കുന്ന സമയത്ത് ഒരു 4-ാം ക്ലാസ്സുകാരൻ ഫ്രാൻസിസ് പാപ്പായെ പറ്റി പറയുന്ന ഒരു കൊച്ചു സംഭവം ഇപ്രകാരമാണ്. 2018 ഏപ്രിൽ 15-ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഇടവകകൾ സന്ദർശിക്കുന്ന സമയം. പതിവ് പോലെ തന്നെ ഇടവക സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പ കൊച്ചു കുട്ടികളുമായി സംസാരിക്കാനും അവരുമായി സംവദിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു 4-ാം ക്ലാസ്സുകാരൻ ഇമ്മാനുവൽ എന്നൊരു ചെറിയ പയ്യൻ പാപ്പായോട് ചോദ്യം ചോദിക്കാനായിട്ട് മൈക്കിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നാൽ മൈക്കിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ കൊച്ചുകുട്ടി ഫ്രാൻസിസ് പാപ്പായെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു, മൈക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ ആ കൊച്ചുകുട്ടിക്ക് ചോദ്യം ചോദിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് കണ്ടു നിന്ന വികാരി അച്ഛൻ കൊച്ചുകുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചോദ്യം ചോദിക്കാൻ, പക്ഷേ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പ കൊച്ചുകുട്ടിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു: നിനക്ക് ചോദിക്കാനുള്ളത് എന്താണെങ്കിലും എൻ്റെ ചെവിയിൽ ചോദിച്ചോളൂ രഹസ്യമായിട്ട്. ഇത് കേട്ട സന്തോഷത്തോടെ ആ കൊച്ചു കുഞ്ഞ് ഫ്രാൻസിസ് പാപ്പായായിട്ട് രഹസ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം ഫ്രാൻസിസ് പാപ്പ ആ കുഞ്ഞിനെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ജനങ്ങളോട് ഇങ്ങനെ പറയുന്നു: ഞാനും ഇമ്മാനുവലും സംസാരിച്ചു രഹസ്യമായി. അതെന്താണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആ രഹസ്യം പങ്കുവയ്ക്കാം. ഇനി ഇമ്മാനുവലിൻ്റെ സംശയം ഇതായിരുന്നു: ഇമ്മാനുവലിൻ്റെ പിതാവ് മരണപ്പെട്ടു, അതുകൊണ്ട് തന്നെ വലിയ സങ്കടത്തിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമെന്നത് അതല്ല, മറിച്ച് തൻ്റെ നല്ലവനായ പിതാവ് സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതായിരുന്നു. ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിച്ചത് ആ ഒരു കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പ കുറേ നേരത്തെ സംവാദത്തിന് ശേഷം ഇങ്ങനെ പറയുന്നു: നമ്മുടെ പിതാവ് നല്ലവനായ പിതാവാണ്. ആ പിതാവിനെ എല്ലാവരെയും സ്നേഹിക്കാനും സ്വീകരിക്കാനും മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ പാപ്പ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു: ഇമ്മാനുവലിൻ്റെ പിതാവ് സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നുണ്ട്: അതെ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് താൻ ദൈവത്തിൻ്റെ അംശമാണെന്നും താൻ ദൈവത്തിൻ്റെ ഭാഗമാണെന്നുള്ള വലിയൊരു സദ്വാർത്ത ഹൃദയത്തിൽ അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് അത് ജനങ്ങളോട് പ്രഘോഷിക്കാൻ സാധിക്കുന്നത് എന്നതായിരുന്നു അന്നത്തെ പത്രമാധ്യമങ്ങൾ വിവരിച്ചെഴുതിയത്. ഇനി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ മറ്റൊരു തലം എന്നത് 15-ാമത്തെ വാക്യം ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനാണ്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ.
ഇവിടെ മനുഷ്യന്മാരോട് മാത്രമല്ല, മറിച്ച് ചെടികളോടും പൂക്കളോടും പറവകളോടും എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം എന്നതാണ് സുവിശേഷ ഭാഗം അർത്ഥമാക്കുന്നത്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്നത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്നെയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു സംഭവം ഇപ്രകാരം കസൻസാക്കിസ് തൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ലിയോ സഹോദരനും കൂടി റോമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അരുവിയുടെ അരികിലൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കുരുവികൾ വെള്ളം കുടിക്കുന്നത് കാണുകയാണ്. അദ്ദേഹം ആ കുരുവികൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കൂ ലിയോ സഹോദര, അവ വെള്ളം കുടിച്ച ശേഷം, ഓരോ പ്രാവശ്യം വെള്ളം കുടിച്ച ശേഷവും അവ മുകളിലേക്ക് നോക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ? അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഇങ്ങനെ തുടരുന്നു, ഓരോ പ്രാവശ്യം വെള്ളം കുടിച്ചതിന് ശേഷം അവ മുകളിലേക്ക് നോക്കി ദൈവത്തോട് നന്ദി പറയുകയാണ്. താനും സൃഷ്ടവസ്തുക്കളെല്ലാം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യ ജീവജാലങ്ങളും, എല്ലാ ജീവജാലങ്ങളും സൃഷ്ടി വസ്തുക്കളും എല്ലാം ദൈവത്തിൻ്റെ ഭാഗമാണെന്നുള്ള വലിയ സത്യം വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കിളികളോട് പോലും ഇത്തരമൊരു സമീപനം അദ്ദേഹം എടുക്കുന്നത്. താനും എല്ലാം സൃഷ്ടവസ്തുക്കളും ദൈവത്തിൻ്റെ ഭാഗമാണ്, എല്ലാം ദൈവം സൃഷ്ടിച്ചതാണെന്ന് വലിയ സത്യം സ്വയം അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് വിശുദ്ധ ഫ്രാൻസിസിന് അവ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം കടന്നു പോകുന്ന സ്ഥലങ്ങളും ചെടികളും പറവകളും എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. അവ എല്ലാത്തിലും ദൈവത്തിൻ്റെ അംശമുണ്ടെന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കുന്ന വഴി മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ നന്മ കാണുവാനും മറ്റുള്ളവരെല്ലാം ദൈവത്തിൻ്റെ അംശമുണ്ടെന്ന് തിരിച്ചറിയാനും അവരെ ബഹുമാനിക്കുവാനും അവരോട് സ്നേഹത്തിൽ പെരുമാറാനും അവരെ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വലിയ സത്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാക്യം എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് പ്രവൃത്തിയാലോ വാക്കുകളിലോ ആവട്ടെ.